നമസ്കാരം, ഇത് IBN മലയാളം. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പെരിയയിൽ 2 യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ CPM-കാരായ പ്രതികളെ രക്ഷിക്കാൻ പിണറായി സർക്കാർ ചിലവഴിച്ചത് 1 കോടിയോളം രൂപ. അന്വേഷണം CBI ഏറ്റെടുക്കുന്നത് തടയാൻ കേസ് നടത്തിപ്പിന് വേണ്ടി മാത്രമാണ് ഇത്രയും തുക ചിലവഴിച്ചത്. ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് CBIക്ക് വിട്ടത്. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. കൊലയാളികളെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ പിണറായി സർക്കാർ CBI അന്വേഷണം എന്ന കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആവശ്യം ഒരു ഘട്ടത്തിലും അംഗീകരിച്ചില്ല. CBI അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കാൻ സർക്കാരിനായി മുതിർന്ന അഭിഭാഷകരായ മനീന്ദർ സിംഗ്, പ്രഭാസ് ബജാജ്, രഞ്ജിത് കുമാർ, രവി പ്രകാശ് എന്നിവർ ഹൈക്കോടതിയിലെത്തി. വക്കീൽ ഫീസിനത്തിലും യാത്രാ ചെലവ്, താമസം എന്നിവയ്ക്കുമായി 97,17,359 രൂപയാണ് പിണറായി സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയത്. വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ 3 അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത്. താമസം, ഭക്ഷണം, വിമാനയാത്രക്കൂലി എന്നീ ഇനങ്ങളിൽ 2.92 ലക്ഷം രൂപയും ചെലവിട്ടു. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകരും സുപ്രീം കോടതിയിലും ഹാജരായി. ഈ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായതിന് 60 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു. 2,18,495 രൂപ താമസം, യാത്രാക്കൂലി എന്നിവയ്ക്കായി സർക്കാർ നൽകി. പ്രഭാസ് ബജാജിന് 3 ലക്ഷം രൂപയും രഞ്ജിത് കുമാറിന് 25 ലക്ഷം രൂപയും ഫീസായി നൽകി. എന്നാൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതിയിൽ വരെ സർക്കാർ തോൽക്കുകയും കേസന്വേഷണം CBIക്ക് വിടുകയും ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. എന്നാൽ ഇതിൽ തൃപ്തരല്ലാത്ത കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് 2019 സെപ്റ്റംബറിൽ അന്വേഷണം CBIക്ക് വിട്ടത്. CBI അന്വേഷണത്തിനായി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി. അപ്പീൽ തള്ളിയതോടെ CBI അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തി. കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കൾ തടസ്സ ഹർജിയും നൽകി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ 2019 ഡിസംബർ 1 സുപ്രീം കോടതി തള്ളി. അന്വേഷണം CBI ഏറ്റെടുത്തു. 2021 ഡിസംബർ 3 CBI അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.